അസ്സലാമലൈക്കും ഗൈസ്. എന്നും ഈ പുകയും ശ്വസിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നത് കേട്ടോ. ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതുപോലൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും ആളുകളൊന്നും ഇത് യൂസ് ചെയ്യില്ല. ഇത്രയും ആളുകൾ ഒരുമിച്ച് പോകുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 30-40% ആളുകൾ സ്മോക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ചില സമയം ഭയങ്കര അൺസഹിക്കബിൾ ആവും കേട്ടോ. അപ്പോൾ ആലോചിക്കും എവിടെയാണ് ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതെന്ന്. കാരണം നമ്മുടെ മുന്നിൽ പോകുന്ന ആളുകൾ മിക്കവരും സ്മോക്ക് ചെയ്യുന്നവർ, വെയ്പ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ പിന്നിൽ നടക്കുക എന്നുള്ളത് അതൊരു ടാസ്ക് തന്നെയാണ്. ഏതായാലും ഇന്ന് ഓഫീസിലെത്തി ഉച്ചയ്ക്ക് ലഞ്ചിന് 13 ദിർഹംസിനൊരു മീൽസ് ഓർഡർ ചെയ്തു. ഇത് അവരുടെ വിഷു സദ്യൻ്റെ ഓഫറാണ് കേട്ടോ. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് വിഷുവിനും ഓണത്തിനും ഒക്കെ സദ്യ കഴിക്കാൻ പോകാറുണ്ടായിരുന്നേ. ഈ വർഷം അതിന് പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം വിഷുവിൻ്റെ സമയത്ത് മിക്കവാറും ഞാൻ ഒമാനിലായിരിക്കും. നാളെ ഞാൻ ഒമാനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒമാൻ വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നുണ്ടാവാം. എന്തായാലും കുറച്ച് ബാരിക് റൈസ് ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയും കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഉപ്പേരിയും കൂടെ ഇട്ട് ഒരു ചെറിയ കഷ്ണം മീൻ പൊരിച്ചതും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പല്ലേ ആഹാ എന്തൊരു സുഖ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഈ ബാരിക് റൈസിൻ്റെ കൂടെ തേങ്ങ അരച്ച മീൻകറി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ബാരിക് റൈസ് കുറച്ചധികം ഡ്രൈ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. അത് മാത്രമല്ല 13 ദിർഹംസിന് ഇത് വേർത്തായിട്ടും എനിക്ക് തോന്നിയില്ല. പിന്നെ ഓഫീസിൽ ഡെലിവറി ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് അൽഹംദുലില്ലാ ആ സമയത്ത് കിട്ടിയപ്പം നന്നായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് അസർ നിസ്കരിക്കാൻ പോയ സമയത്ത് കണ്ട കാഴ്ചയാണ് ഇത്. അസർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് കണ്ടത്. ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.